ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാമന്റെയും മരുമോന്റെയും പാസക്കഥയാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ സിനിമയിലെ കുടുംബം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കുടുംബമാണ് കേട്ടോ. എന്റെ പൊന്നു, തന്റെ ചേച്ചിക്ക് കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് നമ്മുടെ നായകന് വല്ലാത്ത വിഷമമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചി ഗർഭിണിയാവുന്നത്. അങ്ങനെ ചേച്ചിക്ക് ഒരു കുട്ടി ജനിക്കും. പക്ഷെ കുട്ടി കുടൽമാല ചുറ്റിപ്പണഞ്ഞ് ജനിച്ചതുകൊണ്ട് കുട്ടിയെ തായ്മാമൻ ആദ്യം കാണാൻ പാടില്ല എന്നാണ് ഇവരുടെ ഒരു ആചാരം. അതെന്താ അങ്ങനെ ഒരു ആചാരം? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ മരുമോനെ ഞാൻ തന്നെ ആദ്യമായിട്ട് കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാമൻ ഓടി വരികയാണ്. അങ്ങനെ ഇയാൾ ഓടി വന്ന് ആ കുട്ടിയുടെ അച്ഛനെ ഒരു സൈഡിലേക്ക് ഇടിച്ചിട്ട് കുട്ടിയെ ഇയാൾ കൈക്കലാക്കുകയാണ്. അല്ല, മാമനൊക്കെയാണ്, എന്നാലും ഇയാളല്ലേ കുട്ടിയുടെ അച്ഛൻ. സ്വന്തം കുട്ടിയെ ആദ്യമായിട്ട് കാണാൻ ഈ മാമനേക്കാളും ആഗ്രഹം ഒരു അച്ഛനുണ്ടാവില്ലേ? അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കുട്ടി വലുതായി. വല്ലാണ്ട് കാലങ്ങൾ കുറെ കടന്നുപോയെങ്കിലും ചെക്കന് മാമനോടുള്ള പാസത്തിന് കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ. എന്തൊരു ബഹുമാനാണ് ചെക്കന്. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ മരുമോൻ ചെക്കൻ ഒരു വികൃതി കുട്ടിയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഇവന്റെ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കുസൃതി നമ്പർ 1, മാമന്റെ കല്യാണം. മാമന്റെ കല്യാണ ദിവസം വന്നെത്തി. എന്താപ്പത്? ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ. അങ്ങനെ പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് താലി കെട്ടേണ്ട നേരായപ്പോ ഈ കൊച്ചെറുക്കൻ പറയാണ് താലി ഇവൻ കെട്ടിക്കോളാന്ന്. കൊല്ലണ്ടേവനാ. ചെക്കന് 2 തല്ല് കൊടുത്ത് താലി കെട്ടാൻ നോക്കാതെ ഈ മാമൻ വളരെ ബുദ്ധിപരമായി ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുകയാണ്. ഇത് നീ അത്തേക്ക് പോറ, അതുക്കപ്പുറം മാമ അത്തേക്ക് താലി കെട്ടിക്കുന്നത്, ശരിയാ? കുസൃതി നമ്പർ 2, മാമന്റെ ഫസ്റ്റ് നൈറ്റ്. മാമന്റെ ഫസ്റ്റ് നൈറ്റ് ദിവസം ഇവൻ മാമന്റെ കൂടെ തന്നെ കിടക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അതിന്റെ സൂക്കേട് വേറെ നോ, അത് ശരിയാവില്ല. എന്താ നിങ്ങൾ പറയണേ? എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. വാത്സല്യം വേണേ. അങ്ങനെ ഈ ചെക്കന്റെ വാശി കണ്ട് വേറെ വഴിയില്ലാതെ മാമൻ അവനെയും തന്റെ ഫസ്റ്റ് നൈറ്റ് ദിവസം കൂടെ കിടത്തുകയാണ്. ദ്രോഹി, കുഞ്ഞുനാൾ മുതൽ ഞാൻ എന്തെല്ലാം ചെയ്തു തരുന്നതാണ്. ചെക്കൻ ഉറങ്ങിയ ശേഷം കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച മാമന് അവിടെയും തെറ്റി. അന്ന് രാത്രി മുഴുവൻ മരുമോൻ അമ്മായിയുടെ കൂടെ സ്റ്റോൺ പേപ്പർ സിസർ കളിച്ചോണ്ടിരുന്നു. ശിവരാത്രിക്ക് ഇനി ഒരു കൊല്ലം. അങ്ങനെ മാമന്റെ ഫസ്റ്റ് നൈറ്റ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മരുമോൻ ഇപ്പോഴും മാമന്റെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പറയട്ടെ? വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് നിന്നെ കാണുക പോലും വേണ്ട. ഇങ്ങനെ പോയാൽ ചാവുന്നത് വരെ ഈ സ്റ്റോൺ പേപ്പർ സിസർ മാത്രം കളിച്ച് ജീവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ മാമൻ ചെക്കൻ ഉറങ്ങിയ ശേഷം അമ്മായിയെയും കൂട്ടി മറ്റൊരു റൂമിലേക്ക് പോയി. അവനാണ് ആൺകുട്ടി, അവനെ ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചല്ലോ, അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഐ റെസ്പെക്ട് ഹിം. പക്ഷെ ആ റൂമിൽ ഒരു പഴയ കട്ടിലായതുകൊണ്ട് കട്ടിലൊടിഞ്ഞ് മാമനും അമ്മായിയും നിലത്തേക്ക് വീഴുകയാണ്. അങ്ങനെ മാമനും അമ്മായിയും എല്ലാവരുടെയും മുന്നിൽ നാണം കെടുകയാണ്. ഇതെല്ലാം യാരാലേ? കുസൃതി നമ്പർ 3, മാമന്റെ ഹണിമൂൺ. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. മാമൻ അങ്ങനെ ഹണിമൂണിന് പോവാൻ തീരുമാനിച്ചു. അതൊന്നും നിനക്കുള്ളതല്ല, ബോണ്ടയുണ്ട്, അത് വേണം നിനക്ക് തരാൻ. വേണോ? നോക്കുമ്പോ ഹണിമൂണിന് ഞാനും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ വരുന്നു ഈ കുരുത്തം കെട്ടവൻ. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. അയ്യോ, അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇതൊക്കെയാണോ ഈ മാമൻ മരുമോൻ പാസം? മാമൻ എവിടെ പോയാലും ഈ ചെക്കൻ മാമന്റെ പിന്നാലെ വരികയാണ്. അല്ല, അയാൾക്കും ജീവിക്കണ്ടേ? മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അങ്ങനെ മരുമോനെ പണക്കിയിട്ട് താൻ എങ്ങോട്ടും പോകുന്നില്ല എന്നും പറഞ്ഞ് മാമൻ എല്ലാവർക്കും ഒരു മാതൃകയായി മാറി. കണിമുണിക്ക് പോകലടാ, നാങ്ക കണിമുണിക്ക് പോകല. അതോടെ മാമന്റെ ജീവിതം മൂഞ്ചി. ஏய் என்னடி லூஸ் மாதிரி பேசிக்கிட்டு இருக்க?
குழந்தை அழுது அடம் பிடிக்கிறாண்டு அவனை விட்டு கனி முன்பே கேப்பியா இருக்க முடியுமா? എന്നെ കൊണ്ട് പറയിക്കണോ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആലോചിച്ച് ഇവരുടെ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ചെക്കൻ സ്കൂളിലേക്ക് പോകുന്ന ടൈം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഹണിമൂണിന് പൊക്കൂടെ? എന്റെ അഭിപ്രായത്തില് മാമന്മാര് ഇങ്ങനെയൊന്നും മരുമക്കളെ സ്നേഹിക്കാൻ നിൽക്കരുത്. ഇതെന്തത്? ഏത് റിലേഷൻ ആണെങ്കിലും ഒരു ലിമിറ്റ് ഒക്കെ ഇല്ലേ? ഇയാൾ ഇനി കക്കൂസ് പോകുമ്പോ മാത്രമേ മരുമോനെ കൊണ്ടുപോകത്തുള്ളൂ, ബാക്കി എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നുണ്ട്. അത് ശരിയാണല്ലോ. എന്റെ പൊന്നെ, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, അയാളെ വെറുതെ വിട്, അല്ലെങ്കിൽ ഇനി അയാൾ കക്കൂസ് പോകുമ്പോഴും സ്വൈര്യം കിട്ടില്ല. ഇയാളാണെങ്കിൽ മരുമോന്റെ സ്നേഹം മാത്രമേ കാണുന്നുള്ളൂ. സോറി, സ്നേഹമല്ല, വെറുപ്പിക്കല്. സ്വന്തം ഭാര്യയുടെ ഫീലിങ്സ് ഒന്നും മാമൻ കാണുന്നില്ല. ശരിക്കും ഇതൊന്നല്ല ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഈ ചെക്കൻ ഒരു അച്ഛനുണ്ട്, അയാൾ ഇതിൽ ഇടയ്ക്കൊക്കെയാണ് കാണിക്കുന്നുള്ളൂ. എനിക്ക് ഇതിനകത്ത് ഒരു റോൾ ഇല്ല, ഞാൻ എത്ര പ്രാവശ്യമായി പറയുന്നത്. ഇത് ഇയാളുടെ മകനല്ലേ, ഇയാൾക്കെങ്കിലും ഒരു ബോധം വേണ്ടേ? അതില്ല. എന്തോ ചെയ്യ്. കുസൃതി നമ്പർ 4. മാമനും അമ്മായിയും അവർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഇത്തവണ മാമൻ രണ്ടും കൽപ്പിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. രാത്രി ഈ ചെക്കൻ അവന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാൻ മാമൻ പ്ലാൻ ഇട്ടു. പക്ഷെ ചെക്കൻ അതിന് സമ്മതിക്കണില്ലാന്ന്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. എടോ, ഇരുന്ന് എക്സ്പ്രഷൻ ഇട്ട് മെഴുകാതെ ചെക്കന് 2 തല്ല് കൊടുത്ത് അവിടെ കിടത്തടോ. നിങ്ങൾ ഈ ചെക്കന്റെ തന്തയല്ലേ? ഇന്നൊരു ദിവസം അച്ഛന്റെ കൂടെ കിടക്കാം. അങ്ങനെ ചെറുക്കന്റെ സങ്കടം കണ്ട മാമൻ അവനെ കൊണ്ടുപോയ പോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു. അത് കണ്ടിട്ട് അമ്മായി പിന്നെയും കലിപ്പിലായി. ചെക്കൻ ഇങ്ങനത്തെ ഒരു വെറുപ്പിക്കൽ സ്വഭാവം ആയതുകൊണ്ട് ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ ചിലപ്പോൾ റെഡി ആയേക്കാമെന്ന് ഡോക്ടറായ അമ്മായിക്ക് തോന്നും. പക്ഷെ അതെങ്ങനെയോ മണത്തറിഞ്ഞ ചെക്കന്റെ അമ്മ കലിതുള്ളി താണ്ഡവ നൃത്തമാടുകയാണ്. അതെ ചേച്ചി, പ്രാന്തുള്ളവരല്ല കൗൺസിലിങ്ങിന് പോവാറുള്ളത്. ചെക്കനേക്കാളും വെറുപ്പിക്കലാണ് ചെക്കന്റെ തള്ള. കുസൃതി നമ്പർ 5. മരുമോന്റെ കാതുകുത്ത്. മരുമോന്റെ കാതുകുത്ത് ചടങ്ങിന് മാമനും വന്നു. പക്ഷെ ആദ്യം മാമന്റെ കാതുകുത്ത്, എന്നിട്ട് എന്റെ കാതുകുത്ത എന്നും പറഞ്ഞ് ഈ ചെക്കൻ വാശി പിടിക്കാണ്. എനിക്ക് അത്രക്ക് ദേഷ്യം വന്നു. തള്ള അതുക്കും മേലെ. അങ്ങനെ മാമൻ തന്റെ 2 കാതും കുത്തുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആ മൂക്കും കൂടി ഒന്ന് കുത്തായിരുന്നു. അങ്ങനെ ഈ കാതുകുത്തൽ ഫംഗ്ഷൻ ഇടയ്ക്ക് ഒരു ഫൈറ്റ്. ஹைப்பர் ஆக்டிவா இருக்கா, அது நோயும் இல்ல பைத்தியமும் இல்ல. எனக்கு தெரியுமா? அப்படி என்னம்மா? என்ன തന്റെ മകളുടെ ജീവിതം തൊലഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്ത മാമന്റെ അമ്മായി അപ്പൻ മാമനോട് ഇങ്ങനെ പറയും. അതായത് ആ ചെക്കന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നു. தாத்தா சாமி கிட்ட போயிட்டாருல, அதனால ஆயால இதெல்லாம் போடக்கூடாது. நம்ம அப்பா தான் நம்ம கூட இருக்காருல்ல, அதனால நான் போட்டுக்கலாம். அப்பனா அப்பா எப்பமா சாமி கிட்ட போவாரு? സ്വന്തം മകന് പറ്റിപ്പോയി. அப்பனா அப்பா எப்பமா சாமி கிட்ட போவாரு? ഞാൻ നിന്റെ ആരാന്നറിയോ? അത് മറക്കരുത്. അങ്ങനെ അമ്മായിയപ്പന്റെ വാക്കുകൾ കേട്ട മാമന് പെട്ടെന്ന് ബോധോദയം വരികയാണ്. അയാള് നേരെ ചെക്കന്റെ അച്ഛനെ ഫോൺ വിളിച്ച് ഇങ്ങനെ പറയും. இன்னைக்கு தம்பி அங்கேயே தூங்கட்டும். ஓகேடா. മാമാ ഞാൻ അങ്ങ് വരും മാമാ. ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. അന്ന് രാത്രി മരുമകനോടുള്ള പാസൊക്കെ ഉത്തരത്തിലോട്ട് എടുത്തു വെച്ച് മാമൻ അമ്മായിയെയും കൂട്ടി സ്ഥലം വിട്ടു. ഞാൻ കാരണം കളി മുടക്കണ്ട, പെട്ടെന്ന് ചെല്ല്. ആദ്യമൊക്കെ മാമന് കുറച്ച് സങ്കടം തോന്നിയെങ്കിലും മാമൻ പിന്നീട് തന്റെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ചെക്കനും മെല്ലെ മെല്ലെ അവന്റെ അച്ഛന്റെ കൂടെ പോയി ഹാപ്പി ആയി ജീവിക്കാൻ തുടങ്ങി. അവിടെ വേണമെങ്കിൽ ദി എൻഡ് എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമ അവസാനിപ്പിച്ചാൽ മതി. പക്ഷേ ഈ ചെക്കൻ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവന്റെ അമ്മയ്ക്ക് ഒരു ബുദ്ധി തോന്നി. എന്താന്ന് വെച്ചാ, നിന്റെ മാമനൊക്കെ എപ്പോഴോ ചത്ത് പരലോകത്ത് എത്തിയെന്ന് പറഞ്ഞ് ഇവര് സ്വന്തം അനിയന്റെ ഫോട്ടോയില് മാലയിട്ട് ചന്ദനത്തിരൊക്കെ കൊളുത്തി വെച്ചിരിക്കുകയാണ്. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. അങ്ങനെ ഇതിന്റെ പേരിൽ കുറെ വഴക്കുണ്ടാവും. ഇതിന്റെ ഇടയിൽ നമ്മുടെ മാമന് ഇരട്ടക്കുട്ടികൾ ജനിക്കും. അപ്പൊ ഈ ചെറുക്കൻ വന്ന ആ കുട്ടികളോട് ഇങ്ങനെ പറയും. ദൈവമേ, ഇതെവിടെ എത്തിയ? நீங்க அம்மான்னு கூப்பிடுறதுக்கு முன்னாடி மாமா தான் ஃபர்ஸ்ட் கூப்பிடணும். ഫ്ലാഷ്ബാക്ക്. நீ அம்மான்னு கூப்பிடறதுக்கு முன்னாடி மாமானுதான் முதல்ல கூப்பிடணும். ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എടാ, ഒരു മാമൻ കാരനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇനി നീ ഈ പിള്ളേരുടെ മാമനായി വന്നിട്ട് വേണം അവരുടെ ഭാവി കൂടി തുലയ്ക്കാൻ. കണ്ടാ പഠിക്കാത്തവൻ കൊണ്ടാരെങ്കിലും പഠിക്കണം. അങ്ങനെ ചെക്കന്റെ ഈ സെന്റി സീൻ കണ്ട മാമനും അമ്മായിയും വീണ്ടും ഒന്നാവും. അതോടെ ഈ പടം കഴിയും. ഓ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല ഊളപ്പടം.
ഈ പടത്തിൽ എപ്പോ നോക്കിയാലും അടിയാണ്. വീട്ടിലടി, കാതുകുത്തിനടി, அக்கா நான் எங்கக்கா ஓங்குனேன்? കല്യാണത്തിനടി, ആശുപത്രിയിലടി. ഇവരുടെ കുടുംബത്തിലില്ലാത്ത വേറൊരുത്തിന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെ അടി. മിണ്ടാനും പറ്റില്ല, മിണ്ടാതിരിക്കാനും പറ്റില്ല, അടിയോടടിയാണ്. എന്താണ് ഇങ്ങനെ ജീവികള്? അല്ലെങ്കിൽ തന്നെ ഈ സിനിമ എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത്? ഈ മാമന്റെ വെറുപ്പിക്കൽ ഒരു ലൂപ്പ് പോലെ തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാണ് ഈ സിനിമ അവസാനിക്കുന്നത്. നല്ല രീതിക്ക് പോകുന്ന മാമന്മാരുടെ മനസ്സിൽ വരെ മരുമക്കളെ കുറിച്ച് പേടി ഉണ്ടാക്കുന്ന ഒരു തരം കാട്ടപരാധമാണ് ഈ സിനിമ. ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ.